എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 1 ശ്ലോകം 39, 40, 41, 42 4 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ആ കംസനോട് ഉള്ള വസുദേവരുടെ ഉപദേശങ്ങൾ തുടരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 39. ദേഹേ പഞ്ചത്വമാപന്നേ ദേഹി കർമാനുഗോവശ ദേഹാന്തരമനുപ്രാപ്യ പ്രാക്തനം ത്യജതേ വപു. ഈ ദേഹം നശിച്ചുപോയ ഇനി ദേഹം കിട്ടില്ലെങ്കിൽ പാപം ചെയ്തിട്ടെങ്കിലും ഇതിനെ കുറെ കാലം നിലനിർത്താൻ ശ്രമിക്കണതിൽ തെറ്റില്ല എന്ന് വിചാരിക്കാം. പക്ഷെ അങ്ങനെയല്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഈ ദേഹത്തിനില്ല. ഈ ദേഹം നശിക്കാറായി എന്ന് വരുമ്പോ പുതിയ ശരീരത്തെ കൊടുക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ആ കർമ്മത്തിന്റെ അധീനത്തിലിരിക്കുന്ന ജീവന് യാതൊരു പ്രയത്നവും കൂടാതെ തന്നെ അന്യമായിട്ടുള്ള ഒരു ദേഹം സിദ്ധിക്കുന്നുണ്ട്. മറ്റൊരു ദേഹത്തെ എടുക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ജീവനില്ല. മറ്റൊരു ദേഹത്തെ ഒപ്പം തന്നെ എടുക്കണം. അതാണ്. അപ്പൊ പുതിയൊരു ശരീരത്തെ സ്വീകരിച്ചതിന് ശേഷം മാത്രമാണ് ഈ ദേഹത്തെ വിടാൻ പാടുള്ളൂ. നമ്മുടെ ഈ മരിച്ചത് ഉടനെ തന്നെ വേറൊരു ശരീരത്തിലേക്ക് നമ്മള് ജീവൻ പ്രവേശിക്കും എന്നാണ് പറയണത്. അങ്ങനെ മറ്റൊരു ദേഹം കിട്ടുമ്പോ ഇതുപോലെയോ പിന്നെ ഇതിലും സുഖമായിട്ടോ ഒക്കെയുള്ള സുഖ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കാം. ആ ദേഹത്തിലും ഇരുന്ന് അനുഭവിക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കെ എന്തിനാ അങ്ങ് ഇങ്ങനത്തെ നികൃഷ്ട കർമ്മം ചെയ്യണത് ഒന്ന് ആലോചിക്കൂ എന്ന് പറയാണ് വസുദേവര്. വ്രജൻ തിഷ്ഠൻ പദൈകേന യഥൈവേഗേന ഗച്ഛതി യഥാ തൃണജളൂകൈവ ദേഹി കർമ്മഗതിം ഗത. ആദ്യത്തെ ദേഹത്തെ ഉപേക്ഷിക്കണതും മറ്റൊന്നിനെ സ്വീകരിക്കണതും ഒട്ടും താമസിച്ചിട്ടല്ല, വേഗം തന്നെ ഒരേ സമയത്ത് തന്നെയാണെന്ന് പ്രത്യേകിച്ച് പറയണു. വസുദേവര് പറഞ്ഞു കൊടുക്കണു കംസന്. സഞ്ചരിക്കണ ഒരു പുരുഷൻ അവന്റെ ഒരു കാലുകൊണ്ട് ഭൂമിയെ ആശ്രയിച്ച് നിൽക്കുകയും മറ്റേ കാലുകൊണ്ട് അന്യ സ്ഥലത്തേക്ക് നീങ്ങുകയും ചെയ്യണം. അങ്ങനെയാണല്ലോ. ഒരു കാല് മുമ്പിട്ട് വയ്ക്കും, അത് ഉറപ്പിച്ചതിന് ശേഷമല്ലേ മറ്റേ കാലെടുത്ത് വയ്ക്കുള്ളൂ. അതുപോലെ ഒരു കാലുകൊണ്ട് ഭൂമിയെ അവലംബിക്കാതെ മറ്റേ കാല് ഉയർത്തണ പതിവില്ല. അങ്ങനെ ചെയ്യില്ല. ഉയർത്തിയാ വീണു പോവുമല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യില്ല. പുല്ലട്ട എന്ന് പറഞ്ഞിട്ട് ഒരു ജീവി, ആ പുഴു ആദ്യം ആശ്രയിച്ച പുല്ലില് ശരീരത്തിൽ വെക്കുന്നു. അതിങ്ങനെ അതിലിങ്ങനെ ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ പകുതി ദേഹം കൊണ്ട് ആദ്യം ആ ചെടിയെ അങ്ങനെ മുറുക്ക പിടിക്കും. അതുമിലെ പിടുത്തം കിട്ടിയെന്ന് ഉറച്ചാൽ മാത്രമേ മറ്റൊരു പിന്നത്തെ അടി വെക്കുള്ളൂ. അങ്ങനെ മറ്റൊന്നിനെ ആശ്രയിച്ചുകൊണ്ട് അങ്ങനെ സഞ്ചരിക്കുകയാണ് ഈ പുല്ലട്ട. ഇതുപോലെ ജീവൻ പുനരാവൃത്തി ഇല്ലാത്തതായ ആ കൈവല്യ സ്ഥാനത്തെ പ്രാപിക്കുന്നത് വരെ ഓരോ ദേഹങ്ങളെ എടുക്കുകയും വിടുകയും ചെയ്യും. ഇപ്പോഴുള്ള ഈ ശരീരത്തെ വിടുന്ന സമയത്ത് തന്നെ ഭാവിയിലത്തെ ആ ശരീരം സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ ശരീരങ്ങളില്ലാതെ കഴിയില്ല. അപ്പൊ അങ്ങനെ ഈ ദേഹം ഭൂലോകത്തെ വിടുമ്പോ കർമാനുസരണം ഏതു ലോകത്തിൽ പ്രവേശിക്കാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നുവോ ആ ലോകത്തിൽ എത്താൻ തക്ക ദേഹത്തിൽ പ്രവേശിച്ചതിന് ശേഷം മാത്രമാണ് ദേഹി ഈ ശരീരത്തിനെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നുള്ളൂ. അപ്പൊ ഈ സ്വർഗം നരകം മുതലായിട്ടുള്ള ലോകങ്ങൾ എന്ന് ഭൂലോകത്തേക്ക് വരുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. സ്വപ്നേ യഥാ പശ്യതി ദേഹമീദൃശം മനോരഥേനാഭിനിവിഷ്ടചേതന ദൃഷ്ടശ്രുതാഭ്യാം മനസാനുചിന്തയൻ പ്രപദ്യതേ തൽ കിമപി ഹ്യപസ്മൃതി. മനോരഥത്താൽ അഭിനിവിഷ്ട ചേതന, അഭിനിവേശിക്കപ്പെട്ട ചേതനയോടുകൂടിയവൻ ഈദൃശം ഈ മാതിരിയുള്ള ദേഹത്തെ സ്വപ്നത്തിൽ യഥാ ഏതു പ്രകാരം പശ്യതി കാണുന്നു, ദൃഷ്ടശ്രുതാഭ്യാം കാണപ്പെട്ടതിനാലും കേൾക്കപ്പെട്ടതിനാലും പരിഷ്കരിക്കപ്പെട്ട മനസ്സുകൊണ്ട് അനുചിന്തയൻ നിരന്തരം ചിന്തിക്കുന്നവനായി കിമപി എന്തോ ഹേതുവാൽ അപസ്മൃതി പൂർവസ്മരണയില്ലാത്തവനായി അതായിട്ട് പ്രപദ്യത ഭവിക്കണം. സ്വീകരിക്കണതും ഉപേക്ഷിക്കണതും ദേഹത്തെ തന്നെയാണ്. ജീവന് മാറ്റമൊന്നുമില്ല. അതുകൊണ്ട്
ആത്മനാശം ഉണ്ടാവില്ല എന്നർത്ഥം. അനേക പദാർത്ഥങ്ങളെയും ശ്രേഷ്ഠന്മാരായ രാജാക്കന്മാരെയും മറ്റും പലപ്പോഴും കാണുന്നു നമ്മള്. ഇന്ദ്രൻ, വരുണൻ, യമൻ, കുബേരൻ ഇങ്ങനെയുള്ള ദേവന്മാരെയും മറ്റ് പലപ്പോഴും നമ്മള് പുരാണങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇങ്ങനെ കേട്ടിട്ടും കണ്ടിട്ടും ആ വസ്തുക്കളെയും പുരുഷന്മാരെയും ദേവാദികളെയൊക്കെ കുറിച്ച് മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ്. അപ്പൊ ദൃഢമായിട്ട് അവരെയൊക്കെ ധ്യാനിക്കുന്നു. ഇങ്ങനെ സംസ്കരിക്കപ്പെട്ട മനസ്സ് ഉറക്കത്തില് ജാഗ്രതയിൽ ധ്യാനിച്ചുറച്ച് ഏതെങ്കിലും ഒരു സ്വരൂപത്തെ സൃഷ്ടിക്കുകയാണ്. നമ്മുടെ മനസ്സ് തന്നെയാണ് ഈ സൃഷ്ടിക്കുന്നത്. നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കണ അത് ജാഗ്രതയിൽ ധ്യാനിച്ച് ഉറച്ച ഏതെങ്കിലും ഒരു സ്വരൂപത്തിനെ സൃഷ്ടിക്കുന്നു സ്വപ്നത്തിൽ. അപ്പോ ഈ സ്ഥൂല തന്റെ ശരീരത്തെ കുറിച്ച് മനസ്സ് ഓർക്കണേ ഇല്ല. അങ്ങനെ സങ്കല്പ ശക്തി കൊണ്ടാണ് ആ പൂർവ്വ ശരീര സ്മരണ അങ്ങനെ പോവാണ്. അപ്പൊ ഈ സ്വപ്നത്തിൽ കാണപ്പെട്ട ശരീരത്തെ തന്നെയാണ് ഞാൻ എന്ന് അഭിമാനിക്കുന്നത്. അത് ആ സമയത്ത് തന്റെ പൂർവാവസ്ഥയൊക്കെ തീരെ മറന്ന് രാജാവാണെന്നോ ഞാൻ രാജാവാണെന്നോ ഇന്ദ്രനാണെന്നോ ഏതെങ്കിലും ഒരു സ്വരൂപിയായിട്ടും അതിനുശേഷം ഓരോവിധ സുഖദുഃഖാദികൾ അനുഭവിച്ചതായിട്ടും സ്വപ്നത്തിൽ കാണണം അല്ലെ. എല്ലാവർക്കും അത് അനുഭവം ഉണ്ടാവും. ജാഗ്രതയിൽ തന്നെ ഉണർന്നിരിക്കുമ്പോൾ തന്നെ അന്യചിന്ത കൂടാതെ ഒരേ കാര്യത്തെക്കുറിച്ച് വിചാരിക്കുന്ന മനോരഥ അവസ്ഥയില് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായതായിട്ടും എല്ലാവർക്കും അനുഭവം ഉണ്ടാവും. ഇതുപോലെ കർമ്മത്തിന് അധീനനായിരിക്കുന്ന ജീവൻ ഈ ശരീരത്തെ മറക്കുകയും പുതിയ ഒരു ശരീരത്തോടു കൂടി ചേർന്ന് അത് തന്നെയാണ് ഞാൻ എന്ന് അഭിമാനിക്കുകയും ചെയ്യുന്നു. താൻ ഈ പൂർവ്വനിലയിൽ നിന്ന് തെറ്റാതിരിക്കണു എന്നല്ലാണ്ട് വർത്തമാന ശരീരം നശിച്ചു എന്നോ പുതിയൊരു ശരീരം സ്വീകരിച്ചു എന്നുള്ള ഒരു ഓർമ്മയും കൂടി ആ മരണാവസ്ഥയിൽ ഉണ്ടാവണില്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. അതാണ് ഈ സ്വപ്ന മനോരഥ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് നമുക്ക് സ്പഷ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ഇതിനു മുമ്പുള്ള ഒന്നും ഓർമ്മയില്ല അല്ലെ. യതോ യതോ ധാവതി ദൈവചോദിതം മനോവികാരാത്മകമാപ പഞ്ചസു ഗുണേഷു മായാരജിതേഷു ദേഹ്യസൗ പ്രപദ്യമാന സഹതേന ജായതേ. ഭൂതങ്ങളെ കൊണ്ട് മായയാല് ബഹുവിധ ശരീരങ്ങള് പല വിധത്തിലുള്ള ശരീരങ്ങള് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. താൻ ചെയ്യുന്ന ഓരോവിധ കർമ്മങ്ങള് മനസ്സിനെ ഓരോ സമയത്ത് ഓരോ വിധം പ്രവർത്തിപ്പിക്കും. അപ്പോ അതുകൊണ്ട് ഈ മനസ്സിന്റെ സ്ഥിതിക്ക് എല്ലായ്പ്പോഴും മാറ്റം തട്ടിക്കൊണ്ടിരിക്കും അല്ലെ. അത് വികാരാത്മാവാണ് ഈ മനസ്സ്. മരണസമയത്ത് മനസ്സ് ഏതുവിധ കർമ്മത്തിന് അധീനമായി ഭവിക്കുന്നു, ഏത് വിധത്തിലുള്ള ചിന്തകളാണോ മരണസമയത്ത് വരുന്നത് ആ കർമ്മഫലത്തെ അനുഭവിക്കാൻ ഉപകരിക്കുന്ന ശരീരത്തെ മനസ്സ് സൃഷ്ടിക്കുകയാണ്. അപ്പൊ അങ്ങനെ താൻ തന്നെ സൃഷ്ടിക്കപ്പെട്ട ശരീരം തന്റെ മുൻഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നത് പ്രത്യക്ഷമായിട്ട് കാണാണ്. അപ്പൊ നമ്മൾ തന്നെയാണ് നമ്മുടെ ശരീരത്തില് സ്വീകരിക്കുന്നത്, അല്ലാണ്ട് അത് ഈശ്വരൻ തരണതോ ഇതൊന്നുമല്ല. അതാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മനസ്സ് തന്നെ ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കുന്നു. അതുപോലെയുള്ള ശരീരം അങ്ങനെ മുമ്പിൽ നിൽക്കണ കാണുന്നു. ഉടനെ ദേഹി ആ മനസ്സാകുന്ന സൂക്ഷ്മോപാധിയോടുകൂടി ചേർന്ന് ആ ശരീരത്തില് പ്രവേശിക്കുന്നു. പിന്നെ എന്താ അതിനു മുമ്പുള്ള ശരീര സ്മൃതി തീരെ ഇല്ലാതെയാവുകയാണ് ചെയ്യണത്. പൂർവ്വ ശരീര സ്മൃതി തീരെ ഇല്ലാതെ ആവുകയും ഈ മരണസമയത്തിൽ ഫലത്തെ അനുഭവിക്കത്തക്ക നിലയിൽ പരിഭാഗം വന്ന കർമ്മങ്ങളെ ആ പ്രാരബ്ധ കർമ്മത്തിനനുസരിച്ചിട്ടുള്ള സുഖദുഃഖാദികളെ അനുഭവിക്കാൻ ഉപകരിക്കുന്നതായ ഈ ശരീരത്തോടു കൂടി തന്നെ ജനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ജന്മങ്ങൾ തോറും ഓരോവിധ പ്രത്യേക ശരീരം ദേഹിക്ക് സിദ്ധിക്കണം. കർമ്മങ്ങളൊക്കെ വിചിത്രങ്ങളാണ്. എന്നാലും ഫലം കൊടുക്കാൻ മാത്രം പാകം വന്ന കർമ്മങ്ങളുടെ സ്ഥിതിക്ക് അനുസരിച്ച് ശരീരം സിദ്ധിക്കണം. അതാണ് അതിന്റെ അർത്ഥം. കർമ്മങ്ങള് ഏകദേശം ഈ ഭൂമിയുടെ അടിയിൽ കിടക്കണ വിത്ത് പോലെയാണ്. പലവിധ വിത്തുകൾ ഭൂമിക്ക് അടിയിലുണ്ട് അല്ലെ. ഓരോരോ കാലത്തിലുള്ള ആ ശീതോഷ്ണ സ്ഥിതികളൊക്കെ അനുസരിച്ചിട്ട് ഓരോ വിത്തുകൾ മുളയ്ക്കുമ്പോൾ ഓരോ വിധം ചെടികളും അതിനനുസരിച്ച് പുഷ്പഫലങ്ങളും ഒക്കെ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാം അല്ലെ. അതുപോലെ പ്രാരബ്ധ കർമാനുസരണം ദേഹിക്ക് ഒരു പ്രത്യേക ശരീരവും സുഖദുഃഖങ്ങളും ഉണ്ടാവുന്നു. നമ്മുടെ പ്രാരബ്ധ കർമ്മങ്ങൾക്ക് അനുസരിച്ചാണ് സുഖദുഃഖങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് സകല ജീവജാലങ്ങൾക്കുമുള്ള ദേഹങ്ങളും സുഖദുഃഖാദി അവസ്ഥകളും ഒക്കെ അന്യോന്യം ഒക്കെ വേറെയാണ്. അവർക്കൊക്കെ വ്യത്യസ്തമാണ്. അവരവർ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അനുസരിച്ചാണ്. എല്ലാവരുടെയും അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും അല്ലെ. അതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ വളരെ ആലോചിക്കണം. വേറൊരാള് തടുക്കാനില്ല എങ്കിലും കർമ്മസ്വരൂപത്തെ അനുസരിച്ച് ഫലം അനുഭവിക്കാനുള്ള ശക്തി കർമ്മത്തിന് തന്നെയുണ്ട്. അതുകൊണ്ട്
അങ്ങ് ഈ സഹോദരിയെ വധിക്കുക എന്നുള്ള ഈ പാപകർമ്മം, ഭഗിനീവധ രൂപമായിരിക്കുന്ന ഈ പാപകർമ്മം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്ന അങ്ങ് ഈ വക പരമാർത്ഥ തത്വത്തെ ആലോചിക്കണേ. അങ്ങനെ ആലോചിക്കാതിരുന്നാൽ ഇനി വരാൻ പോകുന്ന മരണാവസ്ഥയും സിദ്ധിക്കാൻ പോകുന്ന ദേഹവും സുഖദുഃഖാദി ഫലങ്ങളും അതിഘോര രൂപങ്ങളായിരിക്കുമെന്ന് മനസ്സിലാക്കണേ, ഒന്ന് ആലോചിക്കണേ എന്ന് വസുദേവര് പറഞ്ഞു കൊടുക്കുന്നു കംസന്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.